On behalf of Saraswati Vidya Vigyan Center School and Deepnayal Educational and Cultural Charitable Trust, we extend our heartfelt gratitude and appreciation to His Excellency Shri Arif Muhammad Khan, Honorable Governor of Kerala, for gracing us with your esteemed presence and participation on this auspicious occasion of Navadiga. Your blessings have truly elevated the spirit of this event with a resounding success. Thank you all. നവദിന ആഘോഷ പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ചടങ്ങിൽ ആദ്യം സ്നേഹോപഹാര സമർപ്പണമാണ് നടക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ ആദ്യം സ്നേഹോപഹാര സമർപ്പണമാണ് നടക്കുന്നത്. ആദ്യമായി സ്നേഹോപഹാരം സമർപ്പിക്കുന്നത് നവദിക സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ഗോപിനാഥ് വാനേരി അവർക്കാണ്. നവദിക എന്ന ഈ പരിപാടിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി നമുക്ക് വഴികാട്ടിയായ ശ്രീ ഗോപിനാഥ് വാനേരി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ വ്യക്തിയാണ്. ശ്രീ ഗോപിനാഥ് വാനേരി അവർക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ I.A. മോഹൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഗോപിനാഥ് വാനേരി അവരെ സസ്നേഹം ക്ഷണിക്കുന്നു. 66-ാമത്തെയാണ് ഇന്ന് പ്രകാശനം ചെയ്തതെന്ന്. അടുത്തതായി ഉപഹാരം സമർപ്പിക്കുന്നത് ആശംസാ ഭാഷണം നടത്തിയ ഭാരതി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ശ്രീ രാധാകൃഷ്ണൻ അവർക്കാണ്. ഒരു അക്കാദമീഷ്യൻ, എഴുത്തുകാരൻ,
വാഗ്മി എന്നീ നിലകളിൽ കേരളീയർക്ക് സുപരിചിതനായ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ അവർ എറണാകുളം മഹാരാജാസ് കോളേജിലെ ഫിലോസഫി അധ്യാപകൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫിലോസഫിക്കൽ റിസർച്ച് ന്യൂഡൽഹി, ഇന്ത്യൻ കൗൺസിൽ വേൾഡ് അഫയേഴ്സ് ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ഗവേണിംഗ് കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ സർ UGCയുടെ വിവിധ കമ്മിറ്റികളിലും വിദഗ്ധ സമിതി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം സമർപ്പിക്കുന്നത് ശ്രീ PN വർഷമായി രാഷ്ട്രീയ സ്വയം സേവകത്തിന്റെ സംഘത്തിന്റെ പ്രാന്ത സഹകാര്യവാഹ് ആയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സീനിയർ സൂപ്രണ്ടായിരുന്ന ഈശ്വർജി, പ്രാന്ത ബൗദ്ധിക് പ്രമുഖ്, എറണാകുളം വിഭാഗ് കാര്യവാഹ്, ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംസ്ഥാന കാര്യവാഹായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഈശ്വർജിക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലെ വൈസ് പ്രിൻസിപ്പാൾ ശ്രീമതി ബിന്ദു സി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഈശ്വർജിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി സ്നേഹോപഹാരം സമർപ്പിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ ഹിന്ദി അധ്യാപികയായ ശ്രീമതി നിജി ടീച്ചർക്കാണ്. നവതിക ആഘോഷ പരിപാടിയിലെ സ്വാഗതഗാനത്തിന്റെ അർത്ഥവത്തായ വരികൾ രചിച്ചത്. ഈ അവസരത്തിൽ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഗോപാലകുട്ടി മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരിയായ ശ്രീമതി നിജി ടീച്ചറാണ്. ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ഈ വിദ്യാലയത്തിന്റെ മാനേജർ ശ്രീ വേലായുധൻ പണിക്കശ്ശേരി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നിജി ടീച്ചറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ വേലായുധൻ പണിക്കശ്ശേരി സാറിനുള്ള ആദരവാണ്. ആദരവ് സമർപ്പിക്കുന്നത് ശ്രീ സായി വിദ്യാപീഠം സമർപ്പിക്കുന്നത് ഭാരതീയ വിദ്യാനികേതന് വേണ്ടി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗോപാലൻകുട്ടി മാസ്റ്ററാണ്. ശ്രീ ഗോപാലൻകുട്ടി മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീ വേലായുധൻ പണിക്കശ്ശേരി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നത്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നേതൃത്വം വഹിക്കുന്ന ശ്രീ വേലായുധൻ പണിക്കശ്ശേരി സാറ് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം അതിൽ പങ്കെടുക്കുക എന്നുള്ളത്